സൺഡേ ഒരു ഔട്ടിങ് ഇന്ന് വന്നത് ശരിക്കും പറഞ്ഞാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. നിലമ്പൂർ ട്രെയിനിൽ കയറി പോകാൻ വേണ്ടി വന്നതാണ്. ബട്ട് ട്രെയിൻ ഇനി 2 മണിക്കേ ഉള്ളൂ. അപ്പം അത്ര നേരം ഇരിക്കാൻ വേണ്ടി രണ്ട് ആൾക്കാരുണ്ട് അവിടെ. അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അവരെ ഒന്ന് ഒതുക്കിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഒരു പാർക്കുണ്ട്, അവിടെയാണ് വന്നത്. നല്ല രസകരമായൊരു പാർക്കാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസിനായിട്ടുള്ളത്, അതായത് എക്സസൈസിനൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കളിക്കുന്ന 2 പേരുണ്ട്. ആ പാർക്കിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരെ കാണിച്ചു തരാം. ഒന്ന് ഡാനിയലും ഒന്ന് സാറക്കുട്ടിയും. ഡാനിയൽ എന്താ ചെയ്യുന്ന? മണ്ണിട്ട് മൂടുകയാണോ? മുട്ടയിട്ടിട്ട്? ആരാ മുട്ടയിട്ടെ? ഡാനിയലാ? ഡാനിയലിൻ്റെ മുട്ടയാണോ മൂടിയിട്ടിരിക്കണേ മണ്ണിട്ടിട്ട്? എന്നിട്ട് എന്തിനാ അത് മണ്ണിട്ടിട്ട് മൂടണത്? എന്തിനാ മണ്ണിട്ട് മൂടണതെന്ന്? വിരിയാൻ വേണ്ടിയിട്ടാണോ? മുട്ട വിരിയാനാണോ? ഇതെന്തുട്ടാ? അത് കൊട്ടാരാ? പാലസാണോ? മണ്ണിൽ കളിക്കാല്ലേ? ഇഷ്ടം പോലെ മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ആളെ കാണിച്ചു തരാം. അടുത്ത ആൾ ദേ സാറക്കുട്ടി. സാരക്കുട്ടി എവിടേക്കാ പോണേ? ഉറുമ്പ് കച്ചു. ഡാൻസ് കളിച്ചേ സാറ? ഡാൻസ് കളിക്കടി. ഇപ്പം കാണുന്നത് നാട്ടിൻ പുറത്തെ കാഴ്ചകളാണ്. എനിക്കൊന്നും അധികം കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണ്. ഒരാനേനെയും കൊണ്ട് 2 പാപ്പാന്മാർ പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. പാപ്പാന്മാർ തമ്മിൽ എന്തോ വഴക്കുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ആനേനെ മാക്സിമം ആസ്വദിച്ചു. ഇത്ര അടുത്തിങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. വീണ്ടും ഡാനിയേൽ മണ്ണിൽ കളിക്കുകയാണ്. ആനേനെയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് മണ്ണിൽ കളിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ മണ്ണിൽ കളിക്കാൻ അവസരം കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കിട്ടിയത് അവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അവിടെ ജംസ് അണുക്കളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ അനുവദിച്ചു. അതിന് ശേഷം സുനിൽ കൊണ്ടുപോയി കൈയൊക്കെ കഴുകി കൊടുത്തു. ഇടയ്ക്ക് അവർക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവണം. ഒരു ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്. പിന്നെ നമ്മുടെ സാറക്കുട്ടിയായാലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് അവൾക്ക് കിട്ടിയത്. ചെരുപ്പ് പോലും ഇടാതെ അവൾ അതിലെ മുഴുവൻ ഓടി നടന്നു. പക്ഷെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളും മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അവൾക്ക് കിട്ടിയ അവസരം. ഇനി ഇതിപ്പം നമ്മൾ കാണുന്നത് ഷൊർണൂർ പാലമാണ്. അതിൽക്കൂടെ വണ്ടികൾ കയറി പോകുന്നു. എനിക്കത് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നത് ചെരിഞ്ഞു പോയി. പക്ഷേ ആ പാലവും അതിൻ്റെ ചുവട്ടിലുള്ള നമ്മുടെ മണലും വെള്ളവും എല്ലാം കാണാൻ നല്ല രസമാണ്. അവിടെ വൈകുന്നേരം പോയിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയ ആന വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ക്ലോസ് ആയിട്ടുള്ളൊരു ഇത് കിട്ടി. അത് ഭയങ്കര രസമായിരുന്നു. ആനയുടെ പേരൊന്നും അറിയില്ല. എവിടെ പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വന്നു. ചിലപ്പം വെള്ളത്തിൽ ഇറക്കാനായിരിക്കും, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്നു. എൻ്റെ ആന പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ആനേനെ അടുത്ത് കാണുകയെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ ഇന്നിപ്പോൾ ഇനി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും സാറക്കുട്ടി കരച്ചിലാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഡാനിയലിൻ്റെ കൈ കഴുകാൻ വേണ്ടിയിട്ട് സുനിൽ കൊണ്ടുപോയി. അപ്പം സാറക്കുട്ടി അവളെ കൂട്ടാതെ പോയതിനുള്ള പരിഭവവും പറഞ്ഞ് നടക്കുക. അവൾക്ക് അങ്ങനെയാണ്. അവൾ സങ്കടം വന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും, എണ്ണിപ്പെറുക്കി. അങ്ങനെ അവളും
വിഷമിച്ച് ഇരിക്കുകയാണ്. വളരെ രസമായിരുന്നു ഒരു ദിവസം. എനിക്ക് കുറേ നാളുകൾ കൂടി ഒന്ന് പുറത്തിറങ്ങാൻ അവസരം കിട്ടിയില്ല. ഇനി ഇതേ ട്രെയിൻ വരുന്ന സമയമായി. ട്രെയിനിൽ അങ്ങാടിപ്പുറം കഴിഞ്ഞപ്പോൾ ഉള്ള സ്റ്റോപ്പിൽ അവരിറങ്ങി. പക്ഷെ സാറക്കുട്ടിയുടെ ഏകദേശം ഒരേ ഏജാണ്. രണ്ടുപേരും സംസാരിക്കുന്നത് എന്താണ്, അവരുടെ ഭാഷ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. സാറക്കുട്ടി ഭയങ്കര ഭീകരത്തിയാണ് വീട്ടിലൊക്കെ, പക്ഷെ അവൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് പെരുമാറിയത്. നല്ല രസമായിരുന്നു. ഡാനിയൽ അതിനിടയ്ക്ക് കയറി മാറി തന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര സംസാരമായിരുന്നു. അതാണ് അവരുടെ സംസാരിച്ച വിഷയം എന്നൊന്നും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഡോറിൻ്റെ അവിടെ പോയി. പക്ഷെ എൻ്റെ വീഡിയോ ഞാൻ എടുത്ത ആംഗിൾ ശരിയായില്ല. എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് കാഴ്ചകൾ. നല്ല രസമാണ്. കുറേ മരങ്ങളും ഗ്രൗണ്ടുകളും പാടങ്ങളും. അങ്ങനെ നമുക്കൊരു സങ്കടം വന്നിരിക്കുന്ന നേരത്ത് ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ സങ്കടമോ ദേഷ്യമോ ഇറക്കാൻ വേണ്ടി പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ് നിലമ്പൂർ. ഡാനിയലിന് ഇങ്ങനെ ട്രെയിനിലിരുന്നിട്ട് ഒതുങ്ങിയിരിക്കുക എന്നുള്ളൊരു സ്വഭാവം ഇല്ലാത്ത കാരണം കുറച്ച് അസ്വസ്ഥനാണ്. എന്നാലും ഡാനിയലിനോട് പറഞ്ഞ അവൻ ഭയങ്കര കോപ്പറേറ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. അവനോട് ഞങ്ങൾ പിണങ്ങി കഴിയുമ്പോൾ ചെയ്യുന്നതാണ്. അടുത്തത് ഇത് കാടാണ്. ട്രെയിനൊന്ന് സ്ലോ ആയപ്പോൾ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റി. കാടുകളാണ്, നിലമ്പൂർക്ക് പോകുന്ന വഴിക്കുള്ള കാടുകളാണത്. നല്ല രസമാണ്. ട്രെയിനിൽ ഒരു സ്ത്രീ അതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഭിക്ഷാടനത്തിന് കയറി വന്നതാണിത്. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ആ കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പാട്ടുപാടി ട്രെയിനിൽ കൂടെ നടക്കുന്നു. ഇനി ട്രെയിൻ സ്പീഡിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാഴ്ചകൾ. പിന്നെ മരമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു ശാന്തത നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞ് കുറേ നമ്മുടെ കണ്ണും നമ്മുടെ എന്താ പറയുക തലച്ചോറൊക്കെ ചൂടായിരിക്കുന്ന നേരത്തെ നമ്മൾ പുഴ കണ്ടു നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സീനറി കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ നമുക്ക് കൂളാവാൻ നല്ലതാണ്. ഞാൻ പോയി കുറേ ഭാഗമൊക്കെ ഇങ്ങനെ വേനൽക്കാലം ആയതുകൊണ്ട് ഉണങ്ങി കിടക്കുകയാണ്. പക്ഷെ മഴക്കാലത്ത് പോകാനാണ് ഏറ്റവും സൂപ്പർ കേട്ടോ. ഞങ്ങളുടെ പ്രണയകാലത്ത് ഞങ്ങളുടെ മെയിൻ യാത്ര ഇതായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ വേണ്ടി ഞാനും സുനിലും കൂടെ പ്രണയിച്ചിരുന്ന ആ കാലത്ത് ഞങ്ങൾ ട്രെയിനിൽ കയറും, വെറുതെ ഇരിക്കും, ഫുഡൊക്കെ മേടിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണം മേടിച്ച് ട്രെയിനിൽ കയറിയിരുന്ന് നിലമ്പൂർക്ക് യാത്ര ചെയ്യും. അത് കഴിഞ്ഞ് പറയാനുള്ളതൊക്കെ ആ യാത്രയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇനി ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പോകും. നല്ല രസമായിരുന്നു യാത്ര. കുട്ടികളും എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല രസമായിരുന്നു. സാറക്കുട്ടി ഉറങ്ങിപ്പോയി. കുറേ കളി ഒക്കെ കഴിഞ്ഞ് സാറക്കുട്ടി ഉറങ്ങി. തിരിച്ചു പോകുമ്പോൾ അവിടെ എഴുന്നേൽക്കും. നിലമ്പൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 10-20 മിനിറ്റ് കിടന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിന് തിരിച്ചു വരാം. നെക്സ്റ്റ് ട്രെയിനിൽ അവിടെ കാഴ്ചകളൊക്കെ ഉണ്ട് ഒരുപാട് കാണാൻ. പക്ഷെ ഞങ്ങൾ സമയമില്ലാത്തത് കൊണ്ട് കുർബാനയ്ക്കൊക്കെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ആ ട്രെയിനിൻ്റെ എൻജിൻ തന്നെ മുന്നിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് ആ ട്രെയിൻ തിരിച്ചു പോരും. അപ്പോൾ ഞങ്ങൾ പതുക്കെ തിരിച്ചു പോകുമ്പോൾ നല്ലൊരു മഴ കിട്ടി. നല്ലപോലെ തണുത്തു, ചൂടൊക്കെ മാറി നല്ലപോലെ ഒരു മഴ കിട്ടി. നല്ല കാഴ്ചയായിരുന്നു. ജനാലയിൽ കൂടെ ആ മഴ കാണുന്നത് വളരെ രസമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹാപ്പി എൻഡിങ് ആയി.